ഇതിൽ നമ്മുടെ അനീഷിൻ്റെ അമ്മയും അനിയനും വന്നിരിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ട് നമ്മുടെ അനീഷ് അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ഫോട്ടോയുടെ പസിൽ കൊടുത്തും അതും ഫെയിലായി. പിന്നെ രണ്ടാമത്തതും ഒരു ഗെയിം കൊടുത്ത് അതും ഫെയിലായി. അങ്ങനെ പുള്ളി ആകെ തകർന്നിരിക്കുകയാണ്. വല്ലാണ്ട് വിഷമമുണ്ട്. മനസ്സിനി അവരെ കാണാൻ പറ്റുമോ, എൻ്റെ അമ്മയെയും അനിയനെ കാണാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരിക്കും. പുള്ളിക്കാരൻ ആകെ തകർന്നിരുന്നു. പിന്നെ ഇത് കണ്ടുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞെങ്കിൽ അവരുടെ പേരൻസിനോട് പറഞ്ഞു, മീൻസ് അവരുടെ അമ്മയോടും അനിയനോടും പറഞ്ഞു, നിങ്ങളെങ്കിൽ ആ റൂമിൽ ടാസ്കിൻ്റെ അവിടെ പൊക്കോളാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവരകത്ത് വന്നപ്പോൾ നമ്മുടെ അനീഷ് ആകെ തകർന്നു പോയി. കാരണം ഈ ഗെയിം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഒരുപാട് ടൈം എടുത്തിട്ടും ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്, ഇത് ഗെയിമല്ലേ, നീ എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത്, ടെൻഷനൊന്നും അടിക്കണം. പൊട്ടി കരയായിരുന്നു നമ്മുടെ അനീഷ്, ഭയങ്കരമായിട്ട് കരയായിരുന്നു. അനിയനങ്ങ് കെട്ടിപ്പിടിച്ചു, നീ കരയണ്ട, നീ എന്തിനു കരയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും 3 പേരും കൂടെ ലിവിങ് റൂമിൽ വന്നു. അപ്പം പുള്ളിക്കാരൻ്റെ കരച്ചിലൊക്കെ മാറി ഒരുപാട് സന്തോഷമായിരുന്നു. ഒരുപക്ഷെ എല്ലാവരും ഓർത്തിരുന്നത് ടാസ്ക് കംപ്ലീറ്റ് ആകാതെ പേരൻസിനെ കാണാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും ഇരുന്നത്. പക്ഷേ അനീഷ് ഏതായാലും കണ്ടിട്ടുണ്ട്.